ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓട്ടോകാഡിലെ റൊട്ടേഷൻ പാരാമീറ്റർ എന്നതാണ്. അതായത് ഓട്ടോകാഡിലെ ബ്ലോക്കിന് നമുക്ക് റൊട്ടേഷൻ പാരാമീറ്റർ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ച് ഈസിയാക്കും. അതായത് ബ്ലോക്ക് കണ്ടെയ്ൻ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. എങ്ങനെയാണ് റൊട്ടേഷൻ പാരാമീറ്റർ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു AutoCAD ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു ബ്ലോക്ക് ചെയ്തു വെച്ച ഒബ്ജക്റ്റ് ആണ്. ഇതും അതേപോലെ ബ്ലോക്ക് ചെയ്ത ഒബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ നോർമലി റൊട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ കമാൻഡ് കൊടുത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. ഇനി റൊട്ടേഷൻ പാരാമീറ്റർ സെറ്റ് ചെയ്താൽ എങ്ങനെയാണ് അത് നമുക്ക് ഉപകാരപ്പെടുക എന്ന് നോക്കാം. ആദ്യമായി റൊട്ടേഷൻ പാരാമീറ്റർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ബ്ലോക്ക് എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ബ്ലോക്ക് സെലക്ട് ചെയ്ത് ബി എഡിറ്റ് എന്നത് അടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് ബ്ലോക്ക് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോയിന്റ് എന്നത്. ആക്ഷൻ പാരാമീറ്റേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോയിന്റ് എന്നത്. അതിന് താഴെ കാണുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പി പാരാമീറ്റർ സ്പെസിഫൈ ബേസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഈ സർക്കിളിന്റെ മിഡിൽ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പാരാമീറ്ററിന്റെ റേഡിയസ് ചോദിക്കുന്നത് കാണാം. ഇതിന് കുറച്ച് ഔട്ട്സൈഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് കവർ ആവുന്ന തരത്തിൽ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സ്പെസിഫൈ ഡിഫാൾട്ട് റൊട്ടേഷൻ ആംഗിൾ. ഇപ്പോൾ അത് 0 ഉള്ളത്. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ അടുത്തത് ചോദിച്ചു എൻ്റർ നമ്പർ ഓഫ് ഗ്രിപ്സ്. അത് 1 അടിച്ച് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ആംഗിൾ എന്നെല്ലാം കാണിച്ച് ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആക്ഷൻ പാരാമീറ്ററിൽ റൊട്ടേഷൻ എടുത്തതിന് തൊട്ടടുത്തായിട്ട് മൂവ് എന്ന് കാണാൻ പറ്റും. അതും അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റൊട്ടേറ്റ് എന്നത് കാണാൻ പറ്റും. റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും സെലക്ട് പാരാമീറ്റേഴ്സ് എന്നത്. അതിന് നമ്മുടെ പാരാമീറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഉണ്ടാക്കിയ പാരാമീറ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്പോൾ അടുത്ത ഓപ്ഷൻ ചോദിക്കും സെലക്ട് ഒബ്ജക്ട്സ് എന്നത്. നമ്മുടെ ഒബ്ജക്റ്റ് മൊത്തമായിട്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക. എൻ്റർ കൊടുക്കുക. സംഗതി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് എഡിറ്റർ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ചോദിക്കും സേവ് ദ ചേഞ്ചസ്. ഓക്കെ, ഇനി നമ്മുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് അടുത്തായിട്ട് ഇതുപോലെ ഒരു പോയിന്റ് വന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. കൺട്രോൾ Z അടിക്കുന്നു. ഇത് ഉദാഹരണത്തിന് ഞാൻ ഇവിടുന്ന് ഒരു കോപ്പി എടുക്കുന്നു. 2 കോപ്പി എടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ വെക്കുന്നു, അടുത്തത് ഇവിടെ വെക്കുന്നു. ഇനി ഇതൊന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ റൊട്ടേഷൻ പാരാമീറ്റർ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.